ചേട്ടാ CJP ഡീൽ BJPയും CPM കൈകോർക്കുന്ന ചില മണ്ഡലങ്ങൾ, അതിൽ ചാവേറുകളായി പോകുന്ന ചില സ്ഥാനാർത്ഥികളുണ്ട്. ഇതിൽ ഇപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് തൃശ്ശൂരിനെയും പാലക്കാടിനെയും സംബന്ധിച്ചാണ്. തൃശ്ശൂരും പാലക്കാടും നമുക്കറിയാം ഏറ്റവും കൂടുതൽ BJPക്ക് വോട്ട് ഷെയർ നേടാൻ സാധിച്ചിട്ടുള്ള 2 മണ്ഡലങ്ങളാണ്. അപ്പോൾ ഇവിടുത്തെ സീറ്റുകൾ വിഭാജനം ചെയ്തു പോവുകയാണ്. അതിനോടൊപ്പം തന്നെ ഈ ഡീലിന്റെ ഗുണം പറ്റാൻ പോകുന്ന ചില മണ്ഡലങ്ങൾ കൂടിയുണ്ട്. ഇവിടെ ഡീൽ നടക്കുമ്പോൾ ഇവിടെ BJPക്ക് അനുകൂലമാകുന്ന ഡീൽ ഉണ്ടാകുമ്പോൾ തിരിച്ച് CPMന് അനുകൂലമാകുന്ന ഡീലുകളും വേണമല്ലോ. അപ്പോ അത്തരത്തിൽ ചാവേറുകളാകാൻ പോകുന്നത് ആർക്കൊക്കെ ഈ ഡീലിൽ ഉപയോഗമുണ്ടാകും? പാലക്കാട് ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുന്നുണ്ട്. ശോഭാ സുരേന്ദ്രനും നമ്മുടെ പിന്നെ രമേശ് പിഷാരടിയും മത്സരിക്കുന്നുണ്ട്. അപ്പൊ അവിടെ പിന്നെ CPM നിർത്തിയിരിക്കുന്നത് താരതമ്യേന ദുർബലമായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയാണ്. അതുകൊണ്ട് തന്നെ ശോഭാ സുരേന്ദ്രനെ ജയിപ്പിക്കാം എന്നൊരു ഡീൽ അവിടെയുണ്ട്. മറിച്ച് പാലക്കാട് ഷൊർണൂർ PK ശശി UDFന്റെ പിന്തുണയോടെ മത്സരിക്കുമ്പോൾ ശശിയെ തോൽപ്പിക്കണം. ശശി ജയിക്കാൻ പാടില്ല. തീർച്ചയായും നമ്മൾ പാലക്കാട് മണ്ഡലം എടുക്കുകയാണെങ്കിൽ അവിടെ വരുന്ന പോരാട്ടത്തിന് ഉള്ള മണ്ഡലങ്ങൾ, സിറ്റിംഗ് സീറ്റുകൾ എന്ന് പറയുന്നത് തൃത്താലയുണ്ട്, പട്ടാമ്പിയുണ്ട്, ഷൊർണൂർ, ഒറ്റപ്പാലം, കോങ്ങാട്, മണ്ണാർക്കാട്, മലമ്പുഴ, പാലക്കാട്, തരൂർ, ചിറ്റൂർ, നെന്മാറ, ആലത്തൂർ, ഇത്രയും സീറ്റുകളാണ് പാലക്കാട് വരുന്നത്. ഇതിനകത്തിൽ തന്നെ നമുക്ക് പരിശോധിക്കേണ്ട പ്രധാന സീറ്റുകൾ, ഈ ഡീൽ നടക്കാൻ പോകുന്നത് പാലക്കാടിനെ സംബന്ധിച്ച് നമുക്കറിയാം, ചേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ രമേശ് പിഷാരടിയാണ് അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാവുന്നത്. പാലക്കാടിന്റെ മണ്ണിൽ ഷാഫി വിളയിച്ച ഒരു നേട്ടം അത് പിന്തുടർന്ന് വരുന്ന ഒരു കാഴ്ച തന്നെയാണ്. അതോടൊപ്പം തന്നെ രമേശിന് വരാൻ പോകുന്ന ആ ഒരു ജനപിന്തുണ, അതിന്റെ അപ്പുറത്തേക്കും ശോഭിക്കണമെങ്കിൽ അവിടെ ഒരു ഡീൽ നടക്കണം. അതാണ് NMR റസാഖിനെ അവിടെ കൊണ്ടു നിർത്തിയിട്ടുള്ളത്. NMR റസാഖാണ് LDFന്റെ പ്രതിനിധി. പിന്നീട് ചേട്ടൻ പറഞ്ഞ തൃത്താലയിൽ UDFന്റെ സ്ഥാനാർത്ഥി VT ബൽറാമാണ്. VT ബൽറാമിനെതിരെയാണ് MP രാജേഷ് അവിടെ മത്സരിക്കുന്നത്. ഒരു V ഉണ്ണികൃഷ്ണൻ മാസ്റ്ററാണ് NDAയുടെ സ്ഥാനാർത്ഥിയായിട്ട് അവിടെ വരുന്നത്. അപ്പൊ ഇവിടെ ഡീല് നടക്കുമ്പോൾ V ഉണ്ണികൃഷ്ണന് കിട്ടാൻ പോകുന്ന വോട്ടുകൾ കൂടി MP രാജേഷിലേക്ക് പോയി. രാജേഷ് ജയിക്കണം. പിണറായി വിജയന്റെ ഇംഗിതം രാജേഷ് ജയിക്കണമെന്നാണ്. അതിനു വേണ്ടിയിട്ടുള്ള ഉള്ള സീറ്റ് പട്ടാമ്പി അല്ലേ? പട്ടാമ്പിയിൽ സിറ്റിംഗ് MLA തന്നെയാണ് മത്സരിക്കുന്നത്. LDFന്റെ മുഹസിനാണ് മത്സരിക്കുന്നത്, മുഹമ്മദ് മുഹസിൻ. അപ്പോ മുഹസിന് എതിരെ മത്സരിക്കുന്നത് TP ഷാജിയാണ് UDFന്റേത്. അതോടൊപ്പം തന്നെ P മനോജ് NDAയുടെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നുണ്ട്. മുഹസിനൊക്കെ ജയിക്കണമെന്ന് പിണറായിക്ക് താല്പര്യമുണ്ട്. ഇതിൽ ആകെ പിണറായിക്ക് താല്പര്യം എന്ന് പറഞ്ഞത് PK ശശി മത്സരിക്കുന്നത് ഒറ്റപ്പാലത്ത് PK ശശിയുടെ വോട്ടുകൾ ജയിക്കരുത്, അല്ലെങ്കിൽ അത്തരത്തിലൊരു കാര്യം നടക്കുകയാണെങ്കിൽ K പ്രേംകുമാറിന്റെ വോട്ട് ഒന്നെങ്കിൽ മേജർ രവിയിലേക്ക് പോകണം. കാരണം അവിടുത്തെ സ്ഥാനാർത്ഥികൾ ഒറ്റപ്പാലത്ത് UDFന്റെ PK ശശി സ്വതന്ത്രനാണല്ലോ, UDF സ്വതന്ത്രനാണ്. PK ശശിക്കെതിരെ K പ്രേംകുമാറാണ് സിറ്റിംഗ് MLA ആയിട്ടുള്ള പ്രേംകുമാർ LDF സ്ഥാനാർത്ഥിയാകുമ്പോൾ മേജർ രവിയാണ് BJPയുടെ സ്ഥാനാർത്ഥി. മേജർ രവിയുടെ വോട്ട് നേരെ പോകുന്നത് പ്രേംകുമാറിലേക്കാണ്. നമ്മൾ പറഞ്ഞു. പിന്നെ ഷൊർണൂർ പറഞ്ഞിരുന്നില്ലേ? അതെ ഷൊർണൂർ പറഞ്ഞിട്ടുണ്ട്. ഷൊർണൂർ ശങ്കുറ്റി ദാസ് ആണ് NDA സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത്. P ഹരിഗോവിന്ദനാണ് UDF സ്ഥാനാർത്ഥി. P മാമിക്കുട്ടിയാണ് LDF സ്ഥാനാർത്ഥി. മമ്മിക്കുട്ടി ഇപ്പോഴത്തെ MLA ആണ് അവിടെ. മമ്മിക്കുട്ടിയെ ജയിപ്പിക്കാനുള്ള കളി നടക്കുന്നുണ്ട്. അപ്പൊ സിറ്റിംഗ് MLA ആയിട്ടുള്ള മുഹസിനും മമ്മിക്കുട്ടിക്കും അവിടെ ഒരു സാധ്യത കാണുന്നുണ്ട്. അപ്പൊ ഇവിടുത്തെ ശങ്കുറ്റി ദാസിന്റെ ഒക്കെ ജയം എന്ന് പറയുന്നത് BJP ഡീലിനകത്ത് അവർക്ക് വേണം എന്നല്ലേ പറയാൻ പറ്റുള്ളൂ. കാരണം ഇതില് ശങ്കുട്ടി ദാസിന്റെ അതില് വോട്ട് കച്ചവടം നടക്കുന്നില്ല. ഇവിടെ വോട്ട് കച്ചവടത്തിന്റെ നിയോജക മണ്ഡലങ്ങളാണ് നമ്മൾ പറയുന്നത്. നമ്മൾ പറഞ്ഞത് ഈ BJP, അതായത് CPM BJP ഡീലിനെ കുറിച്ചാണ് പറഞ്ഞത്. അതില് പാലക്കാട് ഡീലിൽ നടക്കുന്നുണ്ട്. ശശി മത്സരിക്കുന്ന ഒറ്റപ്പാലത്ത്. നമ്മൾ പറഞ്ഞ നേരത്തെ പറഞ്ഞ് തെറ്റിപ്പോയി. നമ്മൾ പറഞ്ഞ ഷൊർണൂർ എന്നാണ്. ഷൊർണൂർ അല്ല, ഒറ്റപ്പാലത്താണ്. ഒറ്റപ്പാലത്തും പാലക്കാടും ആണ് ഈ ഡീലുള്ളത്. തൃത്താലയിലും ഉണ്ട്. തൃത്താലയിൽ രാജേഷ് ജയിക്കണം. തൃത്താലയിൽ CPMന് പിന്തുണ അതേപോലെ ഒറ്റപ്പാലത്തും പാലക്കാടും BJPക്ക് വേണ്ടിയിട്ട് പറയുന്ന ഒരു സാഹചര്യം. അപ്പൊ അതാണ് ഇവിടെ നടക്കുന്നത്. നമുക്ക് നോക്കണ്ട്. തൃശ്ശൂരും ഉണ്ട്. ബാക്കിയുള്ള കാൻഡിഡേറ്റ്സിനെ നോക്കുന്ന സമയത്ത് അവിടെ ഒരു ഡീൽ സാധ്യത കാണുന്നില്ല. അതിനപ്പുറത്തേക്ക് തൃശ്ശൂർ വരുന്ന സമയത്ത് തൃശ്ശൂരിലെ മണ്ഡലങ്ങൾ നമുക്ക് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ചേലക്കര, കുന്നംകുളം, ഗുരുവായൂർ, മണലൂർ, വടക്കാഞ്ചേരി, ഒല്ലൂർ, തൃശ്ശൂർ, നാട്ടിക, കയ്പമംഗലം, ഇരിഞ്ഞാലക്കുട, പുതുക്കാട്, ചാലക്കുടി, കൊടുങ്ങല്ലൂർ, ഇത്രയും സീറ്റുകളാണ്. കൊടുങ്ങല്ലൂർ ഡീൽ എന്തോ പറയുന്നുണ്ട്. കൊടുങ്ങല്ലൂർ UDF സ്ഥാനാർത്ഥി OJ ജനീഷ് ആണ് മത്സരിക്കുന്നത്. അവിടുത്തെ തന്നെ സിറ്റിംഗ് MLA അഡ്വക്കേറ്റ് VR സുനിൽകുമാർ ആണ് LDF സ്ഥാനാർത്ഥി. ഡോക്ടർ വർഗീസ് ജോർജ് ആണ്
അവിടുത്തെ BJP സ്ഥാനാർത്ഥി. അവിടുത്തെ ഒരു ഡീല് സാധ്യത എന്ന് പറയുന്നത് OG ജനീഷ് എന്ന് പറയുന്നത് ഒരു നിസ്സാരക്കാരനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയല്ല. അതോടൊപ്പം തന്നെ സിറ്റിംഗ് MLA ആയിട്ടുള്ള അഡ്വക്കേറ്റ് VR സുനിൽകുമാറിന് അത്ര നല്ല പേരൊന്നും ഈ കൊടുങ്ങല്ലൂരില്ല. അതാണ് സത്യാവസ്ഥ. അതുകൊണ്ട് തന്നെ ജയസാധ്യത കുറയുന്നത് കൊണ്ട് പാലക്കാടിന് മുന്നിൽ ഉറപ്പിച്ചിരിക്കുന്ന ഒരു ഡീലിന് പകരമായി ഡോക്ടർ വർഗീസ് ജോർജിന്റെ വോട്ടുകൾ അഡ്വക്കേറ്റ് VR സുനിൽകുമാറിലേക്ക് മറിയാനുള്ള ഒരു സാഹചര്യം. അങ്ങനെയാണ് കൊടുങ്ങല്ലൂരിലൊരു ഡീൽ എന്ന് പറയുന്നത്. കൊടുങ്ങല്ലൂർ വേറെയും ഒന്ന് രണ്ട് തൃശ്ശൂർ വേറെയും ഡീലുകൾ ഉണ്ടെന്നൊക്കെയാണ്. തൃശ്ശൂര് മറ്റ് പ്രധാന സ്ഥാനാർത്ഥികളായിട്ട് വരുന്നത് താല്പര്യമില്ലാത്തവരെയൊക്കെ ചിലരൊക്കെ തൃശ്ശൂര് പത്മജ വേണുഗോപാൽ മത്സരിക്കുന്നുണ്ടല്ലോ. രാജൻജി പല്ലനാണ് UDF സ്ഥാനാർത്ഥി. ആലങ്ങോട് ലീലാകൃഷ്ണനാണ് LDF സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത്. പത്മജയ്ക്ക് ഇത്തവണ പത്മജയെ ജയിപ്പിക്കുക എന്ന് പറയുന്നത് BJPയുടെ പ്രസ്റ്റീജ് ഇഷ്യൂ ആയിട്ടാണ് അവർ പറയുന്നത്. അപ്പൊ അവിടെ ഒരു ഡീൽ ഉണ്ടോ ഇല്ലയോ നമുക്ക് പറയാൻ പറ്റില്ല. സാഹിത്യകാരനൊക്കെയാണ് ആലങ്കോട് ലീലാകൃഷ്ണൻ, എഴുത്തുകാരനൊക്കെയാണ്. അദ്ദേഹത്തിനെ നിർത്തിയിരിക്കുന്നതൊക്കെ വെറുതെയാണ്, അത് നടക്കാനൊന്നും പോകുന്നില്ല. പിന്നെ വേറെ നമുക്ക് പറയുന്ന തൃശ്ശൂർ ജില്ലയിൽ പറയുന്നത് വേറെ ഒന്ന് വായിക്കാവോ മണ്ഡലങ്ങള്? ചേലക്കരയിൽ മത്സരിക്കുന്നത് ശിവൻ വെട്ടിക്കുന്നാണ് UDF സ്ഥാനാർത്ഥി. UR പ്രദീപ് മത്സരിക്കുന്നുണ്ട്. സ്ഥാനാർത്ഥിയായിട്ട് K ബാലകൃഷ്ണനാണ് വരുന്നത്. UR പ്രദീപിന് അത്യാവശ്യം ഭൂരിപക്ഷം ഉപതെരഞ്ഞെടുപ്പ്. അപ്പൊ UR പ്രദീപ് ചേലക്കരയിൽ ആ ഒരു മണ്ണ് ഇടത് ചായ്വുള്ള ഒരു മണ്ണാണ്. പിന്നെ കുന്നുംകുളത്ത് അജയ് മോഹൻ മത്സരിക്കുന്നുണ്ട് UDF സ്ഥാനാർത്ഥിയായി. LDF സ്ഥാനാർത്ഥിയായി AC മൊയ്തീനും NDA സ്ഥാനാർത്ഥി റിജിൽ KR ആണ് മത്സരിക്കുന്നത്. മൊയ്തീൻ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് വന്നിട്ട് മൊയ്തീന് സീറ്റ് കൊടുത്തു. പിന്നെ AC മൊയ്തീനോട് സീറ്റുണ്ട്. പിന്നീട് ഗുരുവായൂരാണ് കഴിഞ്ഞ ദിവസം ഈ വാർത്തകളിലൊക്കെ നിറഞ്ഞു നിന്നിരുന്ന ഒരു പേര്. ഗുരുവായൂർ PM സാദിഖ് അലിയാണ് മത്സരിക്കുന്നത്. IUML സ്ഥാനാർത്ഥിയാണ്. UDFന്റെ പ്രതിനിധിയായിട്ട് മത്സരിക്കുന്നത് സാദിഖ് അലിയാണ്. NK അക്ബർ ആണ് LDF സ്ഥാനാർത്ഥി. NDA സ്ഥാനാർത്ഥി B ഗോപാലകൃഷ്ണനാണ് മത്സരിക്കുന്നത്. അപ്പൊ ഗോപാൽജി ആണ് അവിടെ മത്സരിക്കുന്നത്. മണലൂറാണ് ഇനി അടുത്ത ഒരു സ്റ്റാർ മണ്ഡലം എന്ന് പറയുന്നത്. അവിടെ UDFന് പ്രാധാന്യമേറിയ മണ്ണാണ്. കാരണം UDF ചായവുള്ള മണ്ണാണ്. TN പ്രതാപനാണ് UDF സ്ഥാനാർത്ഥി. പിന്നെ പ്രൊഫസർ C രവീന്ദ്രനാഥ് മത്സരിക്കുന്നുണ്ട് LDF സ്ഥാനാർത്ഥിയായി. KK അനീഷ് കുമാർ. അപ്പൊ ഇവിടെ സാധ്യത TN പ്രതാപനാണ്. വടക്കാഞ്ചേരിയിൽ വൈശാഖ് നാരായണൻ സ്വാമിയും സേവ്യർ ചിറ്റിലപ്പള്ളി TS ഉല്ലാസ് ബാബു. ഇതാണ് മൂന്ന് മുന്നണികൾ. വടക്കഞ്ചേരിയിൽ കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചത്. അതെ, LDF സ്ഥാനാർത്ഥിയാണ്. അപ്പോ സിറ്റിംഗ് ആണ്. ഏതായാലും നമ്മൾ ഈ രണ്ട് ജില്ലയിലെയും പാലക്കാട്ടത്തെയും തൃശ്ശൂരത്തെയും CJP ഡീലിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. ഇനി മറ്റ് ചില ജില്ലകളിൽ കൂടെ CJP, അതായത് പിണറായി വിജയനെ ജയിക്കണമെന്നും പിണറായി വിജയനെ തോൽപ്പിക്കണമെന്നും, അതായത് അവരുടെ പാർട്ടിയിൽ തന്നെ ചിലരെ തോൽപ്പിക്കണമെന്ന് അദ്ദേഹത്തിൻ്റെ ഒരു ഡീലുണ്ട്. അങ്ങനെയുള്ള ഡീലുള്ള സ്ഥലങ്ങളും, എന്നാൽ മറിച്ച് തിരിച്ച് ഞങ്ങൾ അവിടെ തോൽപ്പിച്ചാൽ ഇന്നിടം ഞങ്ങൾ ജയിപ്പിക്കാമെന്നുള്ള ഡീലുള്ള മറ്റ് മണ്ഡലങ്ങളുണ്ട്. അതെ, ഈ ഇരിങ്ങാലക്കുട ഡോക്ടർ R ബിന്ദു ആണ് മത്സരിക്കുന്നത്. UDFന്റെ തോമസ് ഉണ്ണിയാടൻ, LDF സന്തോഷ് ചേറകുളം. അപ്പോ ഇതാണ് ഇരിങ്ങാലക്കുടയുടെ ഒരു മുഖം. കാരണം ഇതിൽ ചില മണ്ഡലങ്ങളെ സംബന്ധിച്ച് UDFനും LDFനും ഒരേപോലെ ആ ഒരു സാധ്യതയുള്ള ഒരു മണ്ഡലമായിരുന്നു. പക്ഷേ ഇതിനു മുൻപുള്ള ലോക്സഭയും തദ്ദേശം കഴിയുമ്പോൾ അതിലെ ചില മണ്ഡലങ്ങളിലേക്ക് BJP കടന്നുവരവുണ്ടായിട്ടുണ്ട്. അതിലെ പ്രധാന മണ്ഡലമാണ് ഈ തൃശ്ശൂരും അതേപോലെ ഗുരുവായൂർ, പിന്നീട് ഈ OG ജനേഷ് മത്സരിക്കുന്ന കൊടുങ്ങല്ലൂര്, അതുൾപ്പെടുന്ന ചില മണ്ഡലങ്ങളിലേക്ക് പ്രധാനമായും BJP ഷെയർ പോയിട്ടുണ്ട്. അപ്പൊ അത്തരം മണ്ഡലങ്ങളിൽ നിന്ന് ഈ വോട്ട് ബാങ്കിങ് അല്ലെങ്കിൽ ഈ വോട്ട് കൈമാറ്റം നടക്കാനൊരു സാധ്യതയാണ് കാണുന്നത്. അങ്ങനെയാണ് തൃശ്ശൂരും പാലക്കാടിന്റെ ഒരു ഡീല്. ഇതിനകത്തിൽ ചാവേറാകാൻ പോകുന്ന ആൾക്കാരെ നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. MM മണി ആയിരുന്നു ആദ്യത്തെ ചാവേർ. ഇടുക്കിയിൽ നിന്നുള്ള MM മണി ചാവേറാകുന്ന സമയത്ത് ചേട്ടൻ പറഞ്ഞ പോലെ PK ശശി ഇവിടെ ചാവേറാകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ സാധ്യത, അതേപോലെ ശബരിമല കൊള്ള വിനയായതുകൊണ്ട് വാസവനെ ജയിപ്പിക്കുക എന്ന് പറയുന്നത് ഇവരുടെ പ്രധാന വിഷയമാണ്. വാസവനെ ജയിപ്പിക്കാൻ വേണ്ടി ഒരു ഡീല് നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൽ ഏറ്റവും വിനയാകുന്നത് നിയമം തൃശങ്കൂരിലേക്ക് പോവുകയാണ്. ഈ ഒരു ഡീലിന്റെ പശ്ചാത്തലത്തിൽ രാജീവ് ചന്ദ്രശേഖരന്റെ ജയം അത്ര എളുപ്പമല്ലാത്തൊരു സ്ഥിതിയിലേക്ക് പോകുന്നു. അപ്പോൾ ഇതാണ് പൊതുവെയുള്ള ഒരു ഡീലിന്റെ വശം. ഇതിനകത്തിൽ ചാവേറാകാൻ പോകുന്നവരുടെ പേരും ഉണ്ട്. ശൈലജ ടീച്ചർ ചാവേറാകാൻ പോകുന്ന ഒരാളാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെയല്ല. ടീച്ചറിന്റെ വോട്ടുകൾ മറിയാനുള്ള ഒരു സാധ്യത അവിടെ കാണുന്നുണ്ട്. അപ്പൊ അത് മണ്ഡലം വേറെയല്ലേ. ടീച്ചർ കണ്ണൂരാണ് മണ്ഡലം. അപ്പൊ കണ്ണൂരിലെ നമ്മൾ പ്രത്യേകം സംസാരിക്കുന്നു. അപ്പോ ചാവേറുകൾ തൃശ്ശൂർ പാലക്കാട് ഡീൽ എന്ന് പറയുന്നത് പാലക്കാട് BJPയിലേക്ക് പോകുന്ന വോട്ട് ഷെയറിന് പകരം തൃശ്ശൂർ കൊടുക്കാൻ പോകുന്ന കുറേയധികം മണ്ഡലങ്ങളുണ്ട്.